നമസ്കാരം. കാർത്തിക ആയുർവേദിക്സ് പ്രസാദ് വൈദ്യർ, കണ്ടമുള്ളി കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ ഉഷ്ണകാലത്ത് ഒരുപാട് പേർക്ക് ദേഹത്തുണ്ടാകുന്ന ചൂടുകുരു, ചുട്ടുനീറ്റം, പുകച്ചല്, വേദന, അതുപോലെ തന്നെ സഞ്ചാരടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാണ്ട് വരിക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ് ഈ ചൂടുകാലം. ഈ ചൂടുകാലത്തിന് നമുക്ക് അതിന് ശരീരത്തെ തണുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. പക്ഷെ എത്ര തന്നെ ചെയ്താലും നമുക്ക് പുറത്തേക്ക് ചൂട് തള്ളിയിട്ട് വരുന്ന കുരുക്കൾ പൂർണ്ണമായിട്ട് മാറാനും ആ നീറ്റവും പുകച്ചിലും ഒക്കെ മാറാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സും ഈ ശരീരം തണുപ്പിക്കാനുള്ള ടിപ്സും കൂടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ പച്ചമഞ്ഞളും കഴിക്കുന്ന വേപ്പിന്റെ, ആര്യവേപ്പിന്റെ ഇലയും പിന്നെ ഇന്ദുപ്പും കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം എവിടേക്കാണോ കുരുക്കളുള്ളത് അവിടെ പുരട്ടി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കുരുക്കളൊക്കെ ശമിക്കും. തുടർച്ചയായിട്ട് 2-3 ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും കുരു പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ടമാനം ഐറ്റംസ് ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മരുന്നേ ഉള്ളൂ. ആര്യവേപ്പും ഇതിലും ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും ഇന്ദുപ്പ് ആരും ചേർക്കാറ് പതിവില്ല. കാരണം വെച്ചാൽ അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ ഇന്ദുപ്പും കൂടി ചേർത്ത് അരച്ച് പുരട്ടിയാലാണ് ഇത് പൂർണ്ണ ഫലം കിട്ടുക. ഇനി ആര്യവേപ്പിന്റെ ഇല കിട്ടാത്തവരാണെങ്കിൽ പച്ചമഞ്ഞളും ഇന്ദുപ്പും കൂടി മാത്രം ചേർത്ത് ഒട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ചൂടിനെ നമ്മൾക്ക് അതിജീവിക്കാനായിട്ടുള്ള നമ്മുടെ ശരീരത്തെ വളരെയധികം തണുപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ തണുപ്പിക്കുക എന്ന് പറയുന്നതിന് ഏറ്റവും നല്ലത് നറുനീണ്ടിക്കിഴങ്ങ് അല്ലെങ്കിൽ ശതാവരി കിഴങ്ങ്, പിന്നെ നിലപ്പനക്കിഴങ്ങ്, ഈ ഇതൊക്കെ നമ്മൾ കുറേശ്ശെ മേടിച്ചിട്ട് തിളപ്പിച്ച വെള്ളങ്ങൾ കുടിക്കുന്നതും ഇതിന് വളരെ നല്ലതാണ്. ഈ സമയത്തുള്ള ഏറ്റവും കൂടുതലായിട്ട് ശരീരത്തിന് തണുപ്പിക്കാനല്ല, കൂളിംഗ് കിട്ടുന്ന തരത്തിലുള്ള പാനീയങ്ങളാണ് കഴിക്കേണ്ടത്. അത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ശരീരത്തിന് സുഖം ഉണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ള തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കൂളിംഗ് ഒന്നും അതിന് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ആലോചിക്കുക. നറുനീണ്ടിക്കിഴങ്ങ്, ശതവാരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, ഇത് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം വളരെയധികം കൂളായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള രക്തശുദ്ധി കൊണ്ടുവരുന്നതും രക്തശുദ്ധിയാവാനും അതുപോലെ ഉഷ്ണാധിക്യപരമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വളരെ ഫലവത്തായിട്ടുള്ളതായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുക. ഈ ചൂടുകാലത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിവിധിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ വല്ലതും സബ്സ്ക്രൈബ് ചെയ്യുക. അന്ന് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ.